അയ്യോ അത് ആരാ അത്? ഈ വലിയ കുട്ടൻ നമ്മുടെ വിദ്യയുടെ ഹസ്ബൻഡ് ആണ്. ആ കുഞ്ഞു കുട്ടനെ എടുക്കാൻ വേണ്ടിട്ട് വന്നതാ. ഇത് രണ്ട് പേരും വിദ്യയുടെ മക്കളാണ്. വിദ്യയെ ഒരു കുഴന്ത, ഉനക്കേ രണ്ട് കുഴന്ത. ഹസ്ബൻഡിന്റെ പേരെന്താ? സ്വരാജ്. സ്വരാജ്. സ്വരാജിന് 3 കുട്ടികളുള്ള പോലെയുണ്ട്. അതുപോലെ കാരണം വർഷങ്ങൾ മുമ്പ് എന്റെ ടീച്ചറിനെ കണ്ടു ഞാൻ വഴിയിൽ വെച്ച്. ഏകദേശം 20 വർഷമായി. അപ്പൊ ഞാൻ ആ ടീച്ചറിനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞ ചെന്നു, ടീച്ചർ ഞാൻ സ്വരാജാണ്. അപ്പൊ ഏത് സ്വരാജ്? ഇന്ന സ്വരാജ്. ആ അപ്പൊ ഇവളെന്റെ ബാക്കി ഇരിക്കുകയായിരുന്നു. ഇതാരാ? മൂത്ത മോളാണോ? അല്ല ടീച്ചർ, എന്റെ ഭാര്യയാണ്. ആ ഓക്കെ. വിദ്യയോട് ശരിക്കും പറഞ്ഞാൽ എല്ലാരും കുശുംബിക്കും. കാരണം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ഹെൽത്തി ആണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഹൈസ്കൂളിൽ ഒരു കുട്ടിയും പ്രൈമറി സ്കൂളിൽ 2 പേരും ഉള്ള പോലെ. എന്താണ് മോന്റെ പേര്? മോന്റെ പേരെന്താ? യശ് ചോപ്രയുടെ നമ്മുടെ KGF-ലെ നായകൻ യശ്. മേലെ ഇരിക്കുന്ന തങ്കക്കുടത്തിന്റെ പേരെന്താ? തങ്കക്കുടം മിസ് ബിസി. ഞാൻ തന്നെ യശിനെ പോലെ ഇരിക്കുന്നു. നോക്ക് താടിയും മുടിയൊക്കെ അതുപോലെ. അത് നേരത്തെ സുരാജ് പേരൻസ് പേരിട്ടോണ്ട് അന്ന് പിന്നെ ആഗ്രഹ കൊച്ചിലൂടെ തീർക്കട്ടെ. സ്വന്തം പേര് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കാരണം അങ്ങനെ അത്രയൊന്നും ആരുടെ കേട്ടത്തില്ല സുരാജ് എന്ന് ഉള്ള പേര്. നമുക്ക് വളരെ പരിചയമാണ് സ്വരാജ് റൗണ്ട്. അതെ, സ്വരാജ് റൗണ്ട്. മാത്രമല്ല കേട്ടിട്ടില്ലേ, സ്വരാജ് ഇസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ വിൽ ഹാവ് ഇറ്റ്. പഠിക്കണം സ്കൂളിൽ വിടുമ്പോ ഭയം പൊളിച്ചേക്കണേ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാങ്ങ പറിക്കാൻ പോയേക്കായിരുന്നു, അതുകൊണ്ട് അവന്നും അറിഞ്ഞില്ല. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും നല്ല നല്ല ചക്കൊരു കുട്ടൻ പേരുകള് എനിക്ക് ഒന്ന് തരാം. എന്റെ ഞാൻ ലൈറ്റ് തരാം മക്കളെ. ഇടി സുന്ദരമാണ്. കൊണ്ടുപോയി അല്ലേ? ആ ഇനി അമ്മയുടെ മാർക്കൊന്ന് ചോദിച്ചേ. അമ്മയുടെ മാർക്ക് അറിയണ്ടേ? നമുക്ക് അമ്മയുടെ മാർക്ക് അറിയണ്ടേ? അമ്മയുടെ മാർക്ക് എത്ര? ഗ്രൂമേഴ്സ് എത്ര മാർക്കാണ്? അവൻ എന്നെ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ആർക്കും ഇഷ്ടമാണല്ലോ. ഔട്ട് ഓഫ് 100 മീനാക്ഷിക്ക്. മീനാക്ഷിയുടെ വിചാരമുള്ള ഇവിടെ ഉള്ളവർക്കൊക്കെ. മീനാക്ഷി ഇത് അവിടെ ഇങ്ങനെ ഷൈൻ ചെയ്ത് നമ്മളുടെ ശ്രദ്ധ മുഴുവൻ എപ്പോഴും മീനാക്ഷിയിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ പേര് വന്നത് കേട്ടോ. യശിന് പാട്ട് പാടണമെന്ന് കൊറേ നേരമായി. യശ് പാട്ട് പാടൂ. പാടിക്കോ. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലൻ പൊന്മകളെ, എന്നുമെന്നും കിന്നരിക്കാമോമനിക്കാ, ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാ, പുഞ്ചിരികൾ കണ്ടു നിന്നാൽ ഉറക്, നീ പിഴഞ്ഞാൽ എന്നുയിരിൽ കുരരുള്ള. മക്കളെ നിന്റെ മോൻ തന്നെ ഇത് അപ്പുറത്തെ ഫ്ലോറില് ടോപ്പ് സിംഗർ അപ്പുറത്തെ ഫ്ലോർ അപ്പുറത്തെ ഒരു അഡ്മിഷൻ എടുക്കാം നമുക്ക്. അമ്മയുടെ മോൻ തന്നെ കേട്ടോ. അതേ മ്യൂസിക്, അച്ഛൻ മോള് മോൻ, 3 generations of music. കലക്കി ലക്കി കുട്ടിയാണ് വിദ്യ. പാട്ടുകാരനാവാനാണോ ഇഷ്ടം? പാട്ടുകാരനാവാനാണോ ഇഷ്ടം? വലുതായിട്ട് എന്താവാനാ ഇഷ്ടം? ആഗ്രഹം വലുതായിട്ട് ആരാവണം? ആരെങ്കിലൊക്കെ ആയാ മതി. ഒരു ഐഡിയ അതൊരു നല്ലൊരു എയിംലെസ് ഗോളാണ്. പക്ഷെ നല്ലതാണ്. എന്തായി തീരും നമുക്ക് അറിയില്ല. അതെ, നല്ലൊരു മനുഷ്യനായാ മതി അവന്. പക്ഷെ എങ്ങനെയൊക്കെ പോയാലും സിംഗർ ആകും, നല്ല പാട്ടുകാരനാവും കേട്ടോ.